കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും രക്ഷാകർതൃദിനവും സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കലാകായിക പ്രതിഭകൾക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു. അനേകം തലമുറകൾക്ക് അറിവിന്റെ മാർഗദീപമായി മാറിയ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും രക്ഷാകർതൃദിനവും സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാലയത്തിന്റെ 97ാമത് വാർഷികമാണ് ഇന്നിവിടെ ചേരുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ കോതമംഗലം പ്രദേശവുമായി ബന്ധപ്പെട്ട ഏറ്റവും പഴയ ഒരു വിദ്യാലയമാണ് നമ്മുടേത്. അതോടൊപ്പം തന്നെ സെയിൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെയും 90 വർഷങ്ങൾ കഴിഞ്ഞതാണ്. ഇത്രയും വലിയ പ്രൗഢമായ ഒരു പാരമ്പര്യം പേറി വർത്തമാന കാലഘട്ടത്തിലും ഏറ്റവും കാര്യക്ഷമതയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല നിലയിൽ അവരുടെ ഭാവി കരുപിടിപ്പിക്കുന്നതിന് അടിസ്ഥാനമൊരുക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ ഈ നാടിന് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്, മാതൃകാ സ്ഥാപനമാണ് സെയിൻറ്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതലേ മിക്കവാറും എല്ലാ വർഷവും വാർഷിക പരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ എനിക്കിവിടെ അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ് മരിയ CMC ആമുഖ പ്രഭാഷണം നടത്തി. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാവനാത്മ എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ഗ്ലോറി CMC അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കണ്ണാടൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർമാൻ KK ടോമി, സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, DEO ഗീത PC, സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ കരോളിൻ CMC, PTA പ്രസിഡന്റ് സോണി മാത്യു, സ്കൂൾ ചെയർപേഴ്സൺ ആൻ തെരേസ് സിജു തുടങ്ങിയവർ സംസാരിച്ചു. അക്കാദമിക കലാ കായിക പ്രതിഭകൾക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.